ഹായ് ഹലോ നമസ്കാരം. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മുടെ കൂടെ അക്ഷയ് ബ്രോയും ഉണ്ട്. ഹായ് റാം മുത്ത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു 2-3 വ്ലോഗിൽ നമ്മുടെ അക്ഷയ് ബ്രോ കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളിൽ ഒരു ഭൂരിഭാഗം ആളുകൾ വന്ന് സന്ദർശിച്ച് പോകുന്ന ഒരു കിടു വാട്ടർഫാൾസിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വരുന്നതല്ല, റിപ്പിൾ വാട്ടർഫാൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം, അതായത് റിപ്പിൾ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് കുഞ്ചിത്തണ്ണിയോട് ഏകദേശം അടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു റിപ്പിൾ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം ഈ ഒരു സ്ഥലത്തേക്ക് ഒന്ന് വരണം, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം എന്നൊക്കെ. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കി നിങ്ങൾ വന്നാൽ മതി കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, പരിചയപ്പെടുത്താൻ പോകുന്നത് 2 വാട്ടർഫാൾസാണ്. ഒരു സ്ഥലത്ത് തന്നെയുള്ള 2 വാട്ടർഫാൾസാണ്. അതിൻ്റെ ഒന്നിൻ്റെ പേരെന്ന് പറയുന്നത് റിപ്പിൾ വാട്ടർഫാൾസാണ്. രണ്ടാമത്തെ എന്നടാ ചുനയമ്മാക്കൽ. ഓക്കെ, ജസ്റ്റ് മറന്നുപോയി. ചുനയമ്മാക്കൽ വാട്ടർഫാൾ. ഫസ്റ്റ് നമുക്ക് ചുനയമ്മാക്കൽ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും ചൂട്ടിൽ പോകാം. അതിനുശേഷം മുകളിലേക്ക് പോകാം, അതായത് റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ടൂറിസ്റ്റുകളുടെ വരവ് നിലച്ചതോടുകൂടി അടച്ചു പൂട്ടേണ്ടി വന്ന ഒരു കടയുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കാരണം എല്ലാവരും എന്നാ പറയുക, എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെച്ചാണ് നമ്മൾ ഓരോ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കടയാണേലും അതുപോലെ ടൂറിസ്റ്റുകൾ വരുമല്ലോ, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെവലപ്പാകാൻ പറ്റുമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് കടവും മേടിച്ച് ലോണും എടുത്ത് ഇതുപോലെ കടകളൊക്കെ രൂപീകരിക്കുന്നത്. പക്ഷേ കണ്ടില്ലേ, പൂട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. അല്പം വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിതുപോലെ തന്നെ ഒരു വീഡിയോ എടുത്ത് വെറുതെ ഇടുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ്. ചുനയമ്മാക്കൽ വാട്ടർഫാൾസിന് ഏറ്റവും അടുത്ത് നമ്മൾ നിൽക്കുവാണ്. അപ്പം അവിടുന്ന് നേരെ വെള്ളം താഴത്തേക്ക് ചാടി വെള്ളം ഇങ്ങനെ പാറി പറന്നാണ് മുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത് ഇതാണ് നമ്മുടെ ഇടുക്കിയിലെ ഏറ്റവും ടോപ്പ് വാട്ടർഫാൾസ് തോന്നിപ്പോവാണ്. ഇതല്ലായിരിക്കാം, പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതാണ് ബെറ്റർ എന്ന് നോർമലി നമ്മുടെ മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട്, അവരവിടെ നിന്ന് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ തിരിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ ചുനയമ്മാക്കൽ വാട്ടർഫാൾസ്. പോണ വഴിക്ക് നമുക്ക് ഒരു ബോർഡ് കാണാൻ സാധിക്കും. അത് വെള്ളത്തൂല് ഗ്രാമപഞ്ചായത്ത് അപകട സാധ്യതാ മേഖല, അതായത് വെള്ളച്ചാട്ടത്തിനടുത്ത് പോവുകയോ തെന്നിലുള്ള പാറയിലൂടെ ഇറങ്ങി നടക്കുകയോ ചെയ്തത് ഇത് വലിയ അപകടം തിരിച്ചു വരുന്നു എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു കയമുണ്ട്, അതുപോലെ തന്നെ ഇവിടെ തെന്നുന്ന പാറകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകൾ ഓരോരുത്തരും തന്നെ സ്വയം കെയർ ചെയ്യുക, സ്വയം സൂക്ഷിക്കുക എന്നല്ലാതെ വേറെ പറയാനില്ല. അതായത് നമുക്കിവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ആരെങ്കിലും, അതായത് ഒരു ഗൈഡിനെ നിയോഗിക്കുക, എന്നിട്ട് ഒരു വരുന്ന ടൂറിസ്റ്റിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, അങ്ങനെയൊന്നും നിലവിൽ ഈ ഒരു സ്ഥലത്ത് ഇല്ല. വെറും ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. ഈ ബോർഡ് എത്ര പേര് വായിക്കുന്നുണ്ട്, വായിച്ച് എത്ര പേര് അത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമായിരിക്കും കേട്ടോ, ഉണ്ടാവില്ല. കാരണം ഒരു ബോർഡല്ല, അവിടെ ഒരാളെ നിയോഗിക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എനിക്ക് തോന്നുന്നു. റിപ്പിൾ വാട്ടർഫാൾസ്, അതുപോലെ തന്നെ താഴെയായിട്ട് ശ്രീനാരായണപുരം എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും. കല്ലിൻ്റെ ഒരു ഷേപ്പിൽ, കല്ലല്ല അത്, ശരിക്കും നമ്മുടെ കോൺക്രീറ്റ് കൊണ്ട് ഒരു കല്ലിൻ്റെ മാതൃകയിൽ ഷേപ്പ് ചെയ്ത് ചെയ്തേക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹായ്, എന്നോട് എന്നാ സുഖേ. അപ്പം കൊറോണ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണോ അകത്തേക്ക് വരുന്നത്? അങ്ങനെ അതെ അല്ലേ. ടോയ്ലറ്റ് ഉണ്ട്, ഡ്രസ്സിംഗ് റൂം, പവലിയൻ ഉണ്ട്, വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ വേലികളുണ്ട്, ജീവനക്കാർ
ഒരു 50 മീറ്റർ ഇടയ്ക്ക് ഓരോ ജീവനക്കാരെ നിർത്തിയിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടി. ആരുമില്ലേ? കൊച്ചു മാത്രമേ ഉള്ളോ? നീ മാത്രമേ? നീയാണ് നോക്കി നടത്തണേ? ഫിഷ് മസാജ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒന്ന് ഫിഷ് മസാജ് ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. എത്ര ഫീസ്? 10 മിനിറ്റിന് 150 രൂപയേ ഉള്ളൂ. ഹാൻഡിക്രാഫ്റ്റിന്റെ ഒരു ഷോപ്പ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ചേച്ചി പേരെന്നാ? മോളി. ചേച്ചി തന്നെയാണ് നടത്തുന്നത്? അതെ അല്ലേ. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പരിചയപ്പെടുത്തല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ഹാൻഡിക്രാഫ്റ്റിന്റെ മസാജർ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നേരെ അകത്തേക്ക് കയറി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് വരാം. അത് തന്നെ, ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ ചെരുപ്പിട്ട് കയറി, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ ചേച്ചി, അപ്പോൾ ഇവിടെ തുടങ്ങുവാണ് അംഗം. ഇതൊക്കെ എവിടെ ഉണ്ടാക്കുന്ന? യുപി ഐറ്റംസ് ആണ്. ഇതും പിന്നെ കഥകളി ഐറ്റംസ് ഉണ്ട്, ബോട്ട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള സൈസ് എലിഫന്റ് നമ്മുടെ സൈസുകളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ബോക്സ് ഐറ്റംസ്. ഹാൻഡിക്രാഫ്റ്റ് പരമായ സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണമെന്ന് താല്പര്യം തോന്നി ഒന്ന് നോക്കാമല്ലോ. അതെ, ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ വഴിക്ക് എവിടെയാണ് നമുക്ക് പാസ് എടുക്കുന്നത്, അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ ഇങ്ങോട്ട് വന്നാൽ കിട്ടാം. അപ്പൊ വില കുറച്ച് കൊടുക്കുവോ? തീർച്ചയായിട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ലേ? അതാണ്. ഐസ്ക്രീം പാർലർ എന്നൊരു ബോർഡ് കണ്ടപ്പോൾ തന്നെ അവന് ഐസ്ക്രീം മേടിക്കാൻ ഒരു ആഗ്രഹം തോന്നി. ഐസ്ക്രീം മേടിക്കുവാണ്. എന്നതാ? ഫ്രീയാ? വ്ളോഗർ ആയതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ഫ്രീ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകണോ? ആള് കുറവായതുകൊണ്ട് ഇപ്പോൾ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്യാൻ പോകണം. ഇപ്പോൾ നല്ലപോലെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏത് നിമിഷവും ശക്തമായൊരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. എത്ര ഗൈഡുണ്ട് ഇവിടെ? 7 ഗൈഡുണ്ട് അല്ലേ? ചേച്ചിയുടെ വീട് എവിടെയാ? അടുത്ത് തന്നെയാണല്ലേ. അപ്പോൾ താഴെ എത്ര ഗൈഡ് ഇപ്പോൾ ഉണ്ട്? ഒരാളേ ഉള്ളൂ. അപ്പോൾ സമയം ഇതായതുകൊണ്ട് ഇപ്പം തിരക്ക് കുറവാണല്ലോ അല്ലേ? താഴെ ഒരു ഗൈഡ് ഇരിപ്പുണ്ട്. ജസ്മി വീട് എവിടെയാ? തൊട്ടടുത്ത് തന്നെ അല്ലേ? ഓക്കെ, ഇവിടെ മൊത്തം 7 അങ്ങോട്ടൊക്കെ പെർമിഷൻ ഉണ്ടോ? അവിടേക്ക് നമ്മളിപ്പോൾ പെർമിഷൻ, അപ്പോൾ അവിടെ റിസോർട്ട് ഉണ്ട്, അവിടെ നിന്ന് കയറി വരുന്നത്. ആ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള പുതുപുത്തൻ വെറൈറ്റി കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ ബൈ, ടാറ്റാ.